ഞങ്ങൾ അഭിമാന പുരസ്സരം പറയുന്നു ഞങ്ങളുടെ DOPs by രവിചന്ദ്രൻ. അങ്ങനെ മലയാളത്തിന്റെ പ്രതിഭാതങ്ങളായിട്ടുള്ള ഒരുപിടി താരങ്ങൾ അണിനിരക്കുന്ന ചിത്രമായ DNA നിങ്ങൾക്ക് മുന്നിലേക്ക് ജൂൺ 14 ഇതാ റിലീസ് ആവാനിരിക്കുകയാണ്. അതിന്റെ പോസ്റ്ററാണ് മാം ഇവിടെ ഇത് അൺവീൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് മാം, താങ്ക് യു സോ മച്ച് മാം. ഞങ്ങളുമായിട്ട് സംസാരിക്കുന്നതൊക്കെ ഇനി അടുത്തൊരു മൊമെന്റിലായിരിക്കും. അതിന് മുന്നോടിയായിട്ട് പറയട്ടെ, ഈ സിനിമയിലെ നായകനും നായികയും ഒക്കെ തന്നെ ഇനി എത്താനിരിക്കുകയാണ്. അവരുടെ അറൈവലോട് കൂടി തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ഷോ ഞങ്ങൾ ടേക്ക് ഓഫ് ചെയ്യാൻ ഒരുങ്ങുന്നു. പിന്നെ ഒരുപാട് സന്തോഷം, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് തിരക്കുകളെല്ലാം മാറ്റിവെച്ച് സുരേഷ് സാറിന് വേണ്ടി വളരെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവർ ഒത്തിരി പേര് ഇവിടെ എത്തിയിട്ടുണ്ട്. അതിൽ ബാദുഷ എന്ന് പറയുന്നത് നമുക്കറിയുന്ന മലയാളത്തിലെ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ്. നമുക്ക് വേണ്ടി ഏറ്റവും നല്ല സിനിമകൾ തന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ കൂടിയാണ്. സോ ബാദുക്ക ഇവിടെ എത്തിക്കഴിഞ്ഞു. താങ്ക് യു സോ മച്ച് ബാദുക്ക. അതുപോലെ തന്നെ സുകുമാർ സാറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. താങ്ക്സ് ആൻഡ് ചാൻസ് ഫോർ മേക്കിംഗ് ഇറ്റ് ടുഡേ. ഒത്തിരി തിരക്കിൽ നിൽക്കുന്നവരാണെന്നൊക്കെ അറിയാം, എന്നാൽ പോലും എത്തി. ഇനി ഇവിടെ അതുപോലെ തന്നെ ഡ്രാക്കുള സുധീർ എന്ന് പറയുന്ന ഞങ്ങളുടെ സ്വന്തം സുധീറായിട്ടവർ ഇവിടെ എത്തിക്കഴിഞ്ഞു. പിന്നെ ഗൗരി നന്ദ, അയ്യപ്പനും കോശിയിലും പൃഥ്വിരാജിനെ കിട്ടിക്കിട്ടാന്ന് വർപ്പിച്ച ഗൗരി നന്ദ ഇസ് ഓൾ ഹിയർ. പിന്നെ രാജാ സാഹിബ് എത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പോസ്റ്ററിൽ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ബാബു ആന്റണി ഉണ്ട്, അജു വർഗീസ്, രഞ്ജി പണിക്കർ തുടങ്ങി മലയാളത്തിലെ വളരെ കഴിവുറ്റ ഒരുപിടി താരങ്ങളാണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി അണിനിരക്കാൻ പോകുന്നത്. DNA എന്ന് പറയുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറാണ് സിനിമ. നിങ്ങളെല്ലാവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും DNA. കിഴക്കൻ പത്രോസ്, അതുപോലെ തന്നെ കോട്ടയം കുഞ്ഞച്ചൻ തുടങ്ങി ഒരുപിടി നല്ല സിനിമകൾ മലയാളത്തിന് സംഭാവന നൽകിയിട്ടുള്ള ഞങ്ങളുടെ സ്വന്തം TS സുരേഷ് ബാബു സാറാണ് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. AK സന്തോഷാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് രചന നിർവഹിച്ചിരിക്കുന്നത്. അക്ബർ ഗ്രൂപ്പിന്റെ KV അബ്ദുൽ നാസറാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്തുകൊണ്ടും സിനിമയെ DNA-യിൽ ഒതുക്കി നിർത്താതെ സ്വന്തം DNA-യുടെ ഭാഗമാക്കി സിനിമയെ പാഷനേറ്റ് ആയിട്ട് സ്നേഹിക്കുന്ന ഒരു ഗ്രൂപ്പിൽ നിന്നും DNA എന്ന ചിത്രം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താൻ ഒരുങ്ങുന്നു. ഇന്ന് ലുലു മോളിന്റെ ഈ ഒരു വേദിയിൽ വെച്ച് ഞങ്ങൾ അതിന്റെ ട്രെയിലറാണ് റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. പിന്നെ നമ്മുടെ ഇന്ന് ട്രെയിലർ റിലീസിന് എത്താൻ പോകുന്നത് മലയാളത്തിൽ ഈ പറഞ്ഞ പോലെ കാഴ്ചയുടെ പുതിയ അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്ന ഗോപാലൻ സാറാണ് എത്തുന്നത്. കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഓൺട്രപ്രണറാണ്. അദ്ദേഹമായിരിക്കും ട്രെയിലർ റിലീസ് നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നത്. അതുകൂടാതെ തന്നെ 2 സോങ്സ് ആണ് ഈ ഒരു ചിത്രത്തിലുള്ളത്. ഇതിൽ ആദ്യത്തെ സോങ് എന്ന് പറയുന്നത് ഒരു മലയാളം തമിഴ് മിക്സ് ആണ്. ഈ ഒരു സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത് വളരെയധികം നല്ല പാട്ടുകൾ നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ശരത് സാറാണ്. ശരത്തേനാണ് കമ്പോസിഷൻ നിർവഹിച്ചിരിക്കുന്നത്. ഇത് രചിച്ചിരിക്കുന്നത് മലയാളികൾക്ക് എന്താ പറയുക, ഭയങ്കര ശാലീന സൗന്ദര്യത്തിൻ്റെ മറുവാക്കായി മാറിയ നമ്മുടെ സുകന്യ മാം, നമ്മുടെ നായികയായിരുന്ന സുകന്യ മാം ആണ് ഇത് എഴുതിയിരിക്കുന്നത്. കമ്പോസ് ചെയ്തിരിക്കുന്ന ശരത് സാറാണ്. രണ്ടാമത്തെ ഗാനം എന്ന് പറയുന്നത് കുറച്ച് പെപ്പി നമ്പറാണ്, കുറച്ച് ഹോട്ട് കുറച്ചൊരു ഐറ്റം സോങ് പോലുള്ള വളരെ ഫീൽ വരുന്നൊരു ഹിന്ദി ഗാനമാണ്. ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത് ഒക്കെ ശുഭം ശുക്ല എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു അദ്ദേഹമാണ്. അങ്ങനെ എന്തുകൊണ്ടും 2 പാട്ടുകൾ കൊണ്ട് സമ്പന്നമാണ്. 4 ഫൈറ്റ് മാസ്റ്റേഴ്സ് ആയിരുന്നു ഈ ചിത്രത്തിനുണ്ടായിരുന്നത്. 100ഓളം ദിവസത്തിലധികം എടുത്താണ് സുരേഷ് സർ ഈ ഒരു ചിത്രം നിങ്ങൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കുന്നത്. 4ഓളം ഫൈറ്റ് മാസ്റ്റേഴ്സ് ചേർന്ന് ഏറ്റവും നല്ല ഇന്നോളം മലയാളികൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുതുമയാർന്ന രീതിയിലുള്ള വളരെ ചടുലമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസസ് ആണ്. വളരെ നിങ്ങളെയൊക്കെ ഇങ്ങനെ എൻഗേജ് ചെയ്ത് നിർത്തുന്ന രീതിയിലുള്ള ഫൈറ്റ് സീക്വൻസസ് ആണ് DNA എന്ന സിനിമയിൽ വേണ്ടി അദ്ദേഹം ഒരുക്കുന്നത്, സുരേഷ് സാർ ഒരുക്കുന്നത്. ഇതിലെ നായകൻ എന്ന് പറയുന്നത് അഷ്കർ സൗദാനാണ്. നമുക്കറിയാം മമ്മൂക്കയുടെ, നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ സിസ്റ്ററിന്റെ മകൻ കൂടിയാണ് അഷ്കറാണ് ഇതിലെ നായകവേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത്. റായ് മാം, നമ്മുടെ സ്വന്തം റായ് ലക്ഷ്മിയാണ് ഇത് DOP ഈ ഒരു ചിത്രത്തിലുണ്ടായിരുന്നു. TS സുരേഷ് ബാബു സാർ ഇത്രയും ദിവസമെടുത്ത യാതനകളുടെയും അദ്ദേഹം എടുത്ത കഠിനാധ്വാനത്തിൻ്റെയും ഒരു സമർപ്പണമാണ് ഇത്രയും ജനാവലിക്ക് മുന്നിൽ ഇന്ന് ലുലു മോളിൻ്റെ ഈ ഒരു മണ്ണിൽ വെച്ച് ഞങ്ങൾ ഇവിടെ ഇതാ അനാവരണം ചെയ്യാൻ പോകുന്നത്. സന്തോഷത്തോടെ അറിയിക്കുന്നു, DNA-യുടെ ഞങ്ങളുടെ ട്രെയിലർ റിലീസായിരിക്കും ഈ ഒരു വേദിയിൽ വെച്ച് നടക്കുക. ഗോപാൽ സാർ എത്തിയാൽ ഉടൻ തന്നെ ഞങ്ങൾ ആ ഒരു ചടങ്ങിലേക്കും ഞങ്ങൾ കടക്കാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇത് സാക്ഷ്യം വഹിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ആദ്യം തന്നെ ഒരു വലിയ നമസ്കാരം അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച് കൊച്ചി. ഞങ്ങളുടെ ഇവന്റ് ഞങ്ങൾ ആരംഭിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഒരുപാട് ബാക്കിയുള്ള ഞങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടുള്ള ഗസ്റ്റുകളും ഒക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അവർക്ക് വേണ്ടിയുള്ള ഒരു ചെറിയ കാത്തിരിപ്പ് മാത്രമാണ്. നിങ്ങൾക്ക് അന്ന് ഞങ്ങളുടെ നായകനും നായികയും കൈകോർത്ത് പിടിച്ചത് ഈ ഒരു വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നല്ല കൈയടി കൊടുക്കുന്നു ഞങ്ങളുടെ അഷ്കർ, അതുപോലെ തന്നെ ഹന്ന റെജി കോശി. ഇരുവരും ഞങ്ങളുടെ ഈ ചിത്രത്തിന്റെ നായകനും നായികയുമാണ്. DNA എന്ന ചിത്രത്തിന്റെ ഹീറോ ആൻഡ് ഹീറോയിൻ അഷ്കർ ആൻഡ് ഹന്ന റെജി കോശി is all here. ഹന്ന, ഇത്രയും പേര് മുകളിൽ നിൽക്കുന്നുണ്ടെന്ന് കൈവീശി കാണിക്കാം. ഹന്ന is all here.
കൂമൻ എന്ന ചിത്രത്തിൽ ആസിഫ് അലിയുടെ നായികയായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. കൊറോണ പേപ്പേഴ്സിൽ ഞങ്ങൾ ഹന്നയെ എൻജോയ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പൊ ഇതാ ഞങ്ങളുടെ DNA എന്ന ചിത്രത്തിന്റെ നായിക കൂടിയാണ് ഹന്ന. നായകനായ അഷ്കർ ഇവിടെ എത്തിക്കഴിഞ്ഞു. സോ ഇനി നമ്മൾ ഇനി റിലീസ് ആവാനിരിക്കുന്ന ചിത്രത്തിലേക്ക്, അപ്പം സുരേഷ് സാർ പറയുന്നത് രണ്ടുപേരെ നിങ്ങൾക്ക് മുന്നിൽ ഒന്ന് സ്റ്റേജിലേക്ക് ഒന്ന് വിളിക്കണം എന്ന്. അഷ്കർ സൗദാൻ and Hannah Reggie Koshi. Hannah, please both. അഷ്കർ and Hannah നല്ലൊരു ഗൈഡ് നൽകിക്കൊണ്ട് അവരെ ഞാൻ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. DNA എന്ന ചിത്രത്തിന്റെ TS സുരേഷ് ബാബു സംവിധാനം നിർവഹിച്ച് KV അബ്ദുൽ നാസർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന DNA-യുടെ ഹീറോ ആൻഡ് ദ ഹീറോയിൻ. അഷ്കറിൽ നിന്ന് തന്നെ ഞാൻ തുടങ്ങുന്നു. ഈ ലുക്ക് കണ്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ, മമ്മൂക്കയുടെ DNA ആയ ഒരാളാണ് DNA എന്ന ചിത്രത്തിൽ നായകനായി എത്തുന്നത്. മമ്മൂക്കയുടെ സിസ്റ്ററിന്റെ മകൻ കൂടിയാണ് അഷ്കർ സൗദാൻ. ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ തിരഞ്ഞതും ഈ ഒരു മുഖത്തിന്റെ ഉടമയായിരുന്നു. കാരണം മമ്മൂക്കയുടെ അതേ ലുക്കുള്ള, മമ്മൂക്കയുടെ മാനറിസം ഉള്ള, മമ്മൂക്കയുടെ ശബ്ദത്തിനോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഈ ഒരു ശബ്ദത്തിനുടമ ആര് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയ തിരയായിരുന്നു. ആ ഉത്തരമാണ് എന്റെ മുന്നിൽ നിൽക്കുന്നത്. പ്ലീസ് 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 ബി ഓൺ ദ സെന്റർ പ്ലീസ്, രണ്ടുപേരും. സോ ഞാൻ കൈമാറട്ടെ, മൈക്ക് കൈമാറുന്നു. അഷ്കർ, വാട്ട് യു ഹാവ് ടു സേ? നമസ്കാരം. വലിയൊരു ക്രൗഡാണ്, വളരെ സന്തോഷമുള്ളൊരു സമയമാണ്. എന്താ പറയുക, ഭയങ്കര സന്തോഷമുള്ള സമയമാണ്. കാരണം കോട്ടയം കുഞ്ഞച്ചൻ, കിഴക്കൻ പത്രോസ് അതുപോലെ വലിയൊരു ഹിറ്റ് കൊടുത്ത വലിയൊരു ഡയറക്ടറുടെ പടത്തിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതിന് വലിയ ഒരു നെടുത്തൂണായ എൻ്റെ ദൈവത്തിനെ പോലെ കാണുന്ന ഒരാളുണ്ട്. എൻ്റെ KV അബ്ദുൽ നാസർ ബോസ്, ബെൻസി പ്രൊഡക്ഷൻസ്. ആ ഒരു മനുഷ്യനാണ് അഷ്കർ സൗദാൻ എന്നൊരു പേരിൽ ലേബലിൽ എന്നെ കൊണ്ടുവരണം, നല്ലൊരു നായകനായിട്ട് കൊണ്ടുവരണം അദ്ദേഹം മാത്രം വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു DNA ഈ ഒരു ഇത്ര വലിയ ലുലു മാളിൽ ഇത്രയും പ്രേക്ഷകരല്ല ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ആ ഒരൊറ്റ മനുഷ്യനും കൊണ്ട് മാത്രമാണ്. അതെൻ്റെ ഒരു സങ്കടമാണ്, എൻ്റെ ഒരു ഭയങ്കര ഒരു സെൻറ്റിമെൻസാണ്. കാരണം ആ ഒരു മനുഷ്യനില്ലായിരുന്നെങ്കിൽ അഷ്കർ സൗദാൻ ഇല്ല. കാരണം DNA എന്ന് പറഞ്ഞ പടം അത്രത്തോളം സെൻറ്റിമെൻസ് ഉള്ള സിനിമയാണ്. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടൊരു പടമാണ്. കാരണം അതിനുവേണ്ടി വർക്ക് ചെയ്തത് TS സുരേഷ് ബാബു സാറ് എന്നെ നായകനാക്കുമെന്ന് പറഞ്ഞപ്പോൾ AK സന്തോഷ് സാറ് എന്ന് പറഞ്ഞൊരു വലിയ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് വന്നു. രവിചന്ദ്രൻ സാറ് അതിൻ്റെ ഒരു രവിചന്ദ്രൻ സാറ് ക്യാമറമാനെ വന്നു. ഇത്ര വലിയൊരു വേദിയിൽ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കില്ല. ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇതിന് ട്രെയിലർ ലോഞ്ചാണ്, ഇതിൻ്റെ ഓഡിയോ ലോഞ്ച്. കാരണം ഞാൻ ലുലുമാളിൽ കൂടി ഇങ്ങനെ അലഞ്ഞ് നടന്നിട്ടുണ്ട് ഓൾറെഡി. കാരണം ഇത്ര ആൾക്കാരൊക്കെ കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും ഉണ്ട്. വേറെ ഒന്നുമല്ല, അത്രത്തോളം കഷ്ടപ്പെട്ട ഒരു പടമാണ്. കാരണം 3-4 വർഷമായി ഇതിൻ്റെ പ്രോജക്റ്റിന് പുറകെ നടക്കുന്നത്. ഞാനൊരുപാട് സെൻറ്റിമെൻറ്റ്സ് ഉള്ള ഒരാളാണ്, വേറെ ഒന്നും വിചാരിക്കുന്നത്. കാരണം ബെൻസി പ്രൊഡക്ഷൻസ് ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് ബാബു സാറെ ഏറ്റെടുത്ത പോലെ ബെൻസി പ്രൊഡക്ഷൻസിൻ്റെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് 3-4 പ്രോജക്റ്റ് ബെൻസി പ്രൊഡക്ഷൻ്റെ ഇതിലുണ്ട്. സാറ് വരുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റിൽ നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നല്ല വലിയൊരു വേദിയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നിന്നതിലും ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മുടെ ട്രെയിലർ ലോഞ്ചും ഓഡിയോ സോങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു. വളരെ സന്തോഷം. ഒരുപാട് വലിയ ആൾക്കാർ വന്നു. എല്ലാവരും ബഹുമാനിക്കപ്പെടേണ്ട ഒരുപാട് വലിയ വ്യക്തികൾ വരുന്നു. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് വലിയൊരു ലോഞ്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. എന്താ പറയുക, സന്തോഷം, അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന നായികയുടെ പറയുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ സന്തോഷം, ചെറിയതല്ല, ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഇന്നത്തെ ഒരു ഭാഗ്യം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ്. ഞങ്ങൾക്ക് ഇന്നിവിടെ ഗോകുലം ഗോപാലൻ സാറിൻ്റെ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുകയാണ്. നല്ലൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് നിങ്ങൾക്ക് മുമ്പാകെ ഇവിടെ ഇതാ സ്വാഗതം ചെയ്യുകയാണ്. കാരണം TS സുരേഷ് ബാബു സാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരുന്നു ഞങ്ങൾ ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് സാറ് തന്നെ നിർവഹിക്കണം എന്നുള്ളത്. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന് ഞങ്ങളെല്ലാവരും ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട് വി ആർ താങ്കിങ് യു സോ മച്ച് സർ. താങ്ക് യു. ആ ഒരു സന്തോഷവും അറിയിക്കുന്നു. ഇനി ഹന്ന 2 വാക്ക് DNA പറ്റി പറഞ്ഞതിന് ശേഷം എല്ലാവരും ആകാംക്ഷയോടെ ട്രെയിലർ കാണാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. സോ ജസ്റ്റ് 1 minute ഓഫ് ടൈം.
താങ്ക് യു മീര. സോ ഇവിടെ ലുലു മോളിൽ ബേസിക്കലി കൊച്ചിക്കാരിയാണ്, ലുലുവിൽ സ്ഥിരം വിസിറ്റ് ചെയ്യുന്നതാണ്. സോ ഈ ലുലു മോളിൽ വെച്ച് തന്നെ DNA എന്ന് പറഞ്ഞൊരു വലിയൊരു പ്രോജക്റ്റ് ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ചിന് ഇവിടെ എത്താൻ പറ്റിയത് വളരെ സന്തോഷം. ബിഗ് താങ്ക്സ് ടു ദ എൻറ്റയർ ടീം. താങ്കിങ് പറയുവാണെങ്കിൽ സ്റ്റാർട്ടിംഗ് ദ ഡയറക്ടർ, പ്രൊഡ്യൂസർ, എവറി സിംഗിൾ പേഴ്സൺ, റൈറ്റ് DOP, എവറി വൺ. പറയാനാണെങ്കിൽ ഒരു മിനിറ്റ് പോരാ. So thanking everyone from the bottom of my heart, to my co-star, to Lakshmi Roy, to every single person who has acted with me. Thank you for supporting. നിങ്ങളെല്ലാവരും എനിക്ക് ഒറ്റ അപേക്ഷയുള്ളൂ, ബക്രീദിന് 14-ാം തീയതി റിലീസാവുകയാണ് DNA. നിങ്ങൾ ഇത്രയും പേര് സഹകരിച്ചാൽ മതി. ലൈക്ക് ദാറ്റ് ബി എ ബിഗ് തിങ്. തിയേറ്ററിൽ പോവുക, കാണുക, സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക, ഞങ്ങളെ അനുഗ്രഹിക്കുക. ദാറ്റ്സ് ഓൾ വി വാണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നല്ലൊരു ഗൈഡ് നൽകിക്കൊണ്ട് തന്നെ രണ്ടുപേരെയും സീറ്റിലേക്ക് ഞാനൊന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ആൻഡ് വലിയ സന്തോഷത്തോടെ ആദ്യം തന്നെ ഗോകുലം ഗോപാലൻ സാർ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഗോകുലം ധൈര്യമായിട്ടുണ്ട്, സമയമുണ്ട്. എന്തായാലും വലിയ കൈയ്യടി നൽകിക്കൊണ്ട് തന്നെ ഗോകുലം ഗോപാലൻ സാറിനെ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ ഹീറോയിനെ സീറ്റിലേക്ക് ഞങ്ങളൊന്ന് ക്ഷണിക്കുകയാണ്. സുരേഷ് ബാബു സാറ് ഞങ്ങളുടെ ഡയറക്ടർ ഇവിടെ എത്തിക്കഴിഞ്ഞു. പൊന്നാട ചാർത്തി ഗോകുലം ഗോപാലൻ സാറിനെ ഞങ്ങൾ ആദ്യം തന്നെ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. സോ പൊന്നാട ചാർത്തി അദ്ദേഹത്തിന് വേണ്ടുന്ന സ്നേഹം അറിയിച്ചുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇന്നത്തെ DNA ഈ ഒരു റിലീസിലേക്ക്, ട്രെയിലർ ലോഞ്ചിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നത്. താങ്ക് യു സോ മച്ച് അഷ്കർ, ആൻഡ് താങ്ക് യു സോ മച്ച് അന്ന. താങ്ക് യു സോ മച്ച്. ഇനി സുരേഷ് ബാബു സാറ് ഈ ഒരു വേദിയിലുണ്ട്. ബെൻസി പ്രൊഡക്ഷനിലെ KV അബ്ദുൽ നാസറിന് ഈ ഒരു മൊമെന്റിൽ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു അസാന്നിധ്യം ഞങ്ങളെ ഒരുപാടധികം കുറച്ച് ഡിസാർഡൻ ആക്കുന്നുണ്ട്. എന്നാൽ പോലും സുരേഷ് സാറിൻ്റെ ഈ ഒരു സാന്നിധ്യത്തിൽ സർ ഞങ്ങളുടെ 2 വാക്ക് സംസാരിച്ചതിന് ശേഷം ഞങ്ങളുടെ ഈ ഒരു ട്രെയിലർ ലോഞ്ച് ചെയ്തേന്ന് ഞങ്ങളൊന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. യെസ് സർ. പ്രിയമുള്ള സിനിമാ പ്രേമികളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സുരേഷ് ബാബു 24 വയസ്സിൽ ഈ സിനിമാ വ്യവസായത്തിൽ ആരംഭിച്ച ആളാണ്. അന്ന് മുതൽക്ക് എനിക്ക് അദ്ദേഹത്തിൻ്റെ പരിചയമുണ്ട്. ഇപ്പോൾ 40 വർഷമായി അദ്ദേഹത്തിൻ്റെ സിനിമാ വ്യവസായം ഒരു നല്ല ഡയറക്ടർ എന്ന രീതിയിൽ അദ്ദേഹം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് അദ്ദേഹം DNA എന്നൊരു പടം നല്ല രീതിയിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ സെഞ്ചുറിയാണ് ഇതിൽ സെഞ്ചുറി പ്രൊഡക്ഷനാണ് വിതരണം ചെയ്യുന്നത്. പിന്നെ ഇതിൽ അഭിനയിച്ചവർ റായ് ലക്ഷ്മി, അസ്കർ സയ്യദ, ബാബു ആൻ്റണി, ഇടവേള വേലു, ഇടവേള ബാബു, കോട്ടയം നസീർ, രാജാ സാഹിബ്, അന്ന. പിന്നെ ബെൻസി പ്രൊഡക്ട്സ് KV അബ്ദുൽ നാസറാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു സിനിമ നിർമ്മാണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. കാരണം അത് വിജയിക്കോ ഇല്ലയോ എന്നല്ല അറിയാതെ വളരെ നല്ല സാഹസത്തിൽ വലിയ അധ്വാനം ചെയ്തിട്ടാണ് ഒരു സിനിമ എടുക്കുന്നത്. അത് ഇദ്ദേഹത്തെ പോലെ സുരേഷ് ബാബുവിനെ പോലത്തെ ഒരു നല്ല ഡയറക്ടർ, അതായത് വളരെക്കാലം പരിചയമുള്ള ഡയറക്ടറെ വെച്ച് ചെയ്യുക എന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഇന്നത്തെ ജനങ്ങൾ അത് എങ്ങനെ സ്വീകരിക്കും എന്ന് നമുക്ക് ഒന്നും അറിയുന്നില്ല. എന്നാലും ഒരു നല്ല സിനിമ, ഈ DNA എന്നൊരു നല്ല സിനിമ വളരെ കാലത്തെ പ്രതീക്ഷയോടുകൂടി സുരേഷ് ബാബു ഉണ്ടാക്കിയതാണ്. വളരെ നല്ല ഡയറക്ടറാണ്, വളരെ സൗമ്യനായ ആളാണ്. ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ വളരെ നല്ല രീതിയിൽ വരും എന്നൊരു പ്രത്യാശ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് അങ്ങനെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച മാതിരി എല്ലാവരും അതിന് പ്രോത്സാഹിപ്പിക്കണം. ഇന്ന് ചില സിനിമകൾ മാത്രമേ എല്ലാവരും പ്രോത്സാഹിക്കുന്നുള്ളൂ. എല്ലാവരും നല്ല കാര്യങ്ങൾ, നല്ല സന്ദേശങ്ങളുണ്ടെങ്കിൽ ആ സിനിമ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം എത്രയോ വലിയ ആളുകൾ, എത്രയോ അനേകം ജനങ്ങൾ ഇതിന് ഡിപ്പെൻഡ് ചെയ്ത് സിനിമയിൽ ഡിപ്പെൻഡ് ചെയ്ത് സിനിമ വിജയിച്ചാൽ മാത്രമേ അവർക്ക് അതിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ജീവിതത്തിന് ഒരു ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനും സിനിമ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കാനും നിങ്ങൾ ഈ സിനിമ, പ്രത്യേകിച്ച് സുരേഷ് ബാബു സമർപ്പിക്കുന്ന
സുരേഷ് ബാബു സംവിധാനം ചെയ്യുന്ന പടത്തിന് എല്ലാവരും സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഇത് നല്ല രീതിയിൽ ഭവിക്കട്ടെ, നല്ല രീതിയിൽ ഓടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. ഇനി റിമോട്ട് സുരേഷ് സാറാണ് കൈമാറേണ്ടത്. സുരേഷ് സാറ് കൈമാറി കഴിഞ്ഞു. ആൻഡ് നമ്മൾ ഒരുമിച്ച് കൗണ്ട് ഡൗൺ പറയാൻ പോവാണ്. ഞങ്ങളുടെ ട്രെയിലർ DNA-യുടെ ഇവിടെ ഗോകുലം ഗോപാലേട്ടൻ ചെയ്യാൻ പോകുന്നു. ഓൺ ദ കൗണ്ട് ഡൗൺ ഫോർ 3, 2, 1, ഗോ. അബ്ദുൽ നാസർ പ്രസന്റിംഗ് DNA-യുടെ ട്രെയിലറാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ ഇവിടെ ഇതാ സമർപ്പിച്ചിരിക്കുന്നത്. ഗോകുലം ഗോപാലൻ സാറിന് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ സാറിന് ഞങ്ങൾ ഇവിടെ ഇതാ സീറ്റിലേക്ക് വീണ്ടും ക്ഷണിക്കുകയാണ്. ഞങ്ങൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികവുറ്റ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറാണ് ഈ വരുന്ന ജൂൺ 14 നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ തിയേറ്ററിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്നത്. അതിൻ്റെ ട്രെയിലറാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇനി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ 2 സോങ്സ് ആണ് ഈ ഒരു ചിത്രത്തിലുള്ളത്. ഇതിലെ ആദ്യത്തെ സോങ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ട്രെയിലർ കണ്ടു, ഇനി ആദ്യത്തെ സോങ് പ്ലേ ചെയ്യട്ടെ. ഓക്കെ ആണോ? നിങ്ങളെല്ലാവരും ഓക്കെ ആണോ? ആദ്യത്തെ സോങ് റെഡിയാണോ? ചേച്ചി റെഡി? ഓക്കെ. അപ്പോൾ ആ ഒരു സോങ് നമുക്ക് മുന്നിൽ ഇവിടെ ഇതാ റിമോട്ട് ഒന്ന് പ്രസ് ചെയ്ത് നമുക്ക് മുന്നിൽ റിലീസ് ചെയ്യാനായിട്ട് മലയാളത്തിന്റെ ഏറ്റവും കരുത്തുറ്റ നമ്മുടെ സ്വന്തം ബാദുഷാ, ഞങ്ങളുടെ സ്വന്തം ബാദുക്കേനെ ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു. ഒപ്പം തന്നെ സുരേഷ് ബാബു സാറിനെ ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യണം. സുരേഷ് സാർ ഒന്ന് ബാദുക്കയ്ക്ക് ഒന്ന് റിമോട്ട് കൈമാറണം. ബാദുക്കയാണ് ആദ്യത്തെ സോങ്. 2 സോങ് ഉള്ളതിൽ ഞങ്ങളുടെ ആദ്യത്തെ സോങ് ബാദുക്കയാണ് ചെയ്യാൻ പോകുന്നത്. മലയാളത്തിലെ ഏറ്റവും ഭാഗ്യം നിറഞ്ഞ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ബാദുക്കനെ കൗണ്ട് ചെയ്യട്ടെ. റെഡിയാണ്? എവിടെ? ഒരുമിച്ച് 3, 2, 1, ഗോ. അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞങ്ങളുടെ കാസ്റ്റിനെ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ AK സന്തോഷനെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ബാക്കിയുള്ള ഞങ്ങളുടെ ടീമിനെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ ഇവിടെ ഇതാ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു വലിയ താരനിരയുള്ള ഒരു ചിത്രം കൂടി, ലാർജ് ക്യാൻവാസ് ചിത്രം കൂടിയാണ് DNA. ആദ്യ സോങ് നമ്മൾ കണ്ടു, ട്രെയിലർ നമ്മൾ കണ്ടു കഴിഞ്ഞു. സ്റ്റാർട്ടിംഗ് റൈറ്റ് ഫ്രം ഞങ്ങളുടെ ഈ ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ TS സുരേഷ് ബാബു സാർ തന്നെയാണ്. മലയാളികളുടെ പൾസ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൃത്യമായിട്ട് അറിയുന്ന ഒരു സംവിധായകൻ കൂടിയാണ്. ഉപ്പുകണ്ട ബ്രദേഴ്സ് തുടങ്ങി എത്രയോ ചിത്രങ്ങൾ, അതിലെ പാളയം എന്നൊക്കെ പറയുന്ന എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സിനിമയാണ് കേട്ടോ സാർ. അപ്പോൾ അതിനൊക്കെ ശേഷം ഇവിടെ ഇതാ 2 പടങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചിട്ട് ഇതാ നമുക്ക് വേണ്ടി DNA ഒരു ചിത്രം ഒരുക്കിയിരിക്കുകയാണ്. എനിക്കറിയാം 100 ഡേയ്സിൻ്റെ ഒരു വലിയ ഹാർഡ്ഷിപ്പ്, ഒരു വലിയ ടീമായിരുന്നു. നമുക്ക് ഈ ചിത്രത്തിൽ കാണുമ്പോൾ റിയാസ് ഖാൻ, അജു വാഗിസ്, സ്വാസിക, പിന്നെ പണ്ടത്തെ ഞങ്ങളുടെ സ്വന്തം രവീന്ദ്രൻ സാർ, അങ്ങനെ വലിയൊരു ടീമാണ് ഇതിലുള്ളത്. ഇത്രയും വലിയ കാസ്റ്റിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് PG വിശ്വംഭരൻ സാറിൻ്റെ ക്ലാസ് ആണെന്ന് നമുക്കറിയാം, ആ ഒരു സ്കൂളിംഗ് ആണെന്നറിയാം. അപ്പോൾ എന്തുമാത്രം കാര്യങ്ങളാണ്, എക്സൈറ്റ്മെൻ്റ് ആണ് സാറിന് ഈ ഒരു നിമിഷത്തിൽ നമ്മളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്നെ ഇഷ്ടപ്പെടുന്ന ഗോവായിട്ടുള്ളപ്പോൾ എല്ലാവരും ഇവിടെ വന്നു, ഒത്തിരി സന്തോഷമുണ്ട്. ഞാനൊരു ഗ്യാപ്പ് കഴിഞ്ഞാണ് ഈ പടം ചെയ്തത്. ആക്ച്വൽ ഇതിനകത്തൊരു ആദ്യം ഇതിന് താങ്ക്സ് പറഞ്ഞ പ്രൊഡ്യൂസർക്ക് തന്നെയാണ്. പുതിയ ഹീറോ വെച്ച് അദ്ദേഹം ഒന്നും പറയാതെ ബഡ്ജറ്റ്, ഞാൻ പറഞ്ഞ ബഡ്ജറ്റാണ്. പിന്നെ നല്ലൊരു സ്ക്രിപ്റ്റ് AK സന്തോഷിൻ്റെ കിട്ടി, നല്ലൊരു ടെക്നീഷ്യൻസ് ഫുൾ ബാച്ച് കിട്ടി, കംപ്ലീറ്റ് ക്യാമറമാൻ, നല്ല ക്യാമറമാൻ, പിന്നെ എല്ലാവരും സഹകരിക്കുന്നതാണ്. നമ്മുടെ ഒത്തിരി എല്ലാവരും, അതായത് നമ്മുടെ റോയൽ ലക്ഷ്മി മേഡമൊക്കെ കണ്ടമാനം ബുദ്ധിമുട്ടി, കണ്ടമാനം ഡേ ആൻഡ് നൈറ്റ് ഇല്ലാത്ത വർക്കായിരുന്നു. 4 ഫൈറ്റ് മാസ്റ്റേഴ്സ്, ഏതാണ്ട് ഒരു 8 ഫൈറ്റ്, പിന്നെ 8 സീക്വൻസ്, അങ്ങനെ ഒരു ഹെവി സീക്വൻസ് ആയിരുന്നു. ഇനി ഈ പടം എല്ലാവരും കാണണം, കണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ പടം സക്സസ് ആയി തന്നെ വീണ്ടും പടങ്ങൾ ഞങ്ങളിത് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഒരു പ്രചോദനത്തിന് വേണ്ടി ഞങ്ങളുടെ ഒരു സപ്പോർട്ട് എല്ലാവരുടെയും ഉണ്ടാവണം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സാർ. ഈ നിൽക്കുന്ന ജനാവലിയുടെ ഫുൾ സ്നേഹവും സപ്പോർട്ടും ഞങ്ങൾ അറിയിക്കുകയാണ് കാണാൻ വേണ്ടി. കാരണം ഈ ഒരു ജോണർ മലയാളികൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ജോണർ കൂടിയാണ്. അപ്പോൾ വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ആയിട്ടുള്ള ഒരു ക്രൈം ത്രില്ലറാണ്. എനിക്ക് തോന്നുന്നു വളരെ ഇൻട്രൂഗിംഗ് ആയിട്ടുള്ളൊരു റോൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ സ്വന്തം റോയൽ ലക്ഷ്മിയാണ്. യെസ് മാൻ, ഹൗ യു ഫീൽ ബീയിങ് ഇൻ കേരള വൺ മോർ ടൈം? എല്ലാവർക്കും നമസ്കാരം. സുഖമാണോ? I feel so privileged and blessed to be here. After 3 years, I'm part of this wonderful film, DNA. And thank you all for the love and support as always.
I'm looking forward for this film, excited. And it's lovely to see you all here. And 14 June, DNA is releasing, and I hope you all give your support and love as always. And I'm looking forward to it. Thank you. എനിക്ക് തോന്നുന്നു റോയ് മാമിനെ കണ്ടതിലൊരു സന്തോഷമാണ്. Can you just give something more to our Malayali crowd, because there's been a lot of people who have been waiting to see you in real. What do you have to say, ma'am, to them? Like I said, I've always had so much love from all the Malayali fans, all the Kerala fans. I always feel like I'm back home, and it's truly a different feeling. So I love them all, and thank you for this constant support and the love that you guys show me. Thank you. Thank you so much. മാമിൻ്റെ ഒരു ചെറിയ ഡാൻസ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ ഇപ്പോഴല്ല, നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യണം. ടുവേർഡ്സ് എൻഡ് ഓഫ് ദ ഷോ ഞങ്ങളൊന്ന് ചെറുതായിട്ട് മാമിനെ മൂവ് ചെയ്യിപ്പിക്കത്തുള്ളൂ. ഇപ്പം എന്തായാലും മാം ഹാൻഡിങ് ഓവർ ദ മൈക്ക് ടു ഹന്ന. കാരണം ഹന്ന, വൺ മോർ ടൈം, കാരണം ഇത്രയും വലിയൊരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യുന്നു. TS സുരേഷ് ബാബു എന്ന് പറയുന്ന മലയാളത്തിൻ്റെ ദ ബ്രാൻഡ് ആയിട്ടുള്ള സംവിധായകനുമായിട്ട് വർക്ക് ചെയ്യുന്നു. വാട്ട് യു ഹാവ് ടു സേ ഡാർലിംഗ്? TS സുരേഷ് ബാബു സാർ, എൻ്റെ പേര് നമുക്കറിയാം എല്ലാവർക്കും, ഹൗ മച്ച് കോൺട്രിബ്യൂഷൻ ഹി ഹാസ് ഗിവൻ നമ്മുടെ മലയാളത്തിൽ. മമ്മൂട്ടി സാറിൻ്റെ പല ഹിറ്റ് സിനിമകളിലും കൊണ്ടുവന്നിരിക്കുന്നത് അദ്ദേഹമാണ്. സോ അദ്ദേഹത്തിൻ്റെ സിനിമയിലൊരു ഭാഗമാകാൻ കഴിയാം, ദാറ്റ് ഈസ് എ ബിഗ് ബ്ലെസ്സിങ്. ഐ ഫീൽ ഗ്രേറ്റ്ഫുൾ. നമുക്ക് ദൈവത്തോട് നന്ദി തോന്നുന്നു, ഒരു നന്ദി തോന്നുന്നൊരു നിമിഷമാണിത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്റ്റേജിൽ നിൽക്കുന്ന എല്ലാവരും, ഇവരൊപ്പം എല്ലാവരും ഒപ്പം നിൽക്കാനും ഈ ഒരു ചിത്രത്തെ പ്രൊമോട്ട് ചെയ്യാൻ ഇവരെ കൂടെ നിൽക്കാൻ പറ്റിയതിനുമൊക്കെ ഒത്തിരി സന്തോഷം തോന്നുന്നു. കൂടുതൽ വാക്കുകളൊന്നുമില്ല, ബിക്കോസ് ഇപ്പം എക്സൈറ്റ്മെൻ്റ് ആണ്. അതായത് ഒരു ആഴ്ച പോലും ഇല്ല അല്ലേ 14-ാം തീയതി ആവാനാണ്, അതിൻ്റെ റിലീസാണ്. അപ്പം എങ്ങനെ ഓഡിയൻസ് സ്വീകരിക്കും, എങ്ങനെ പ്രതികരണം എങ്ങനെയായിരിക്കും, എന്താവുന്നുള്ള ആ ഒരു ഉണ്ടാവുമല്ലോ. എവറി മൂവി റിലീസ് ആവുന്നതിന് മുമ്പ് എല്ലാ ആർട്ടിസ്റ്റിനും ദ ഹോൾ ക്രൂ വിൽ ഹാവ് ദാറ്റ് കൺഫ്യൂഷൻ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും കൺഫ്യൂഷനിലുമാണ് നിൽക്കുന്നത്. സോ ആകെ എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടാണ്. ഈ നിൽക്കുന്ന ഓഡിയൻസ് എല്ലാവരും, ഇത് കേൾക്കുന്ന എല്ലാവരും 14-ാം തീയതി തിയേറ്ററിൽ പോയി കാണുക. ഇത് മാത്രമേ എനിക്ക് എൻ്റെ വായിന്ന് പറയാനുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്, കാരണം ഞങ്ങൾക്ക് പേഴ്സണലി ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ്, അതുല്യ പ്രതിഭ കൂടിയാണ് ഡ്രാക്കുള സുധീരേട്ട. ഞങ്ങളുടെ സ്വന്തം സുധീരേട്ട, എന്താണ് ആഡ് ഓൺ ചെയ്യാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷം. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് സുരേഷ് ബാബു സാറാണ്. അദ്ദേഹം ഇതിനകത്ത് ഒരു ഗംഭീര കഥാപാത്രം തന്നു. പിന്നെ സന്തോഷമായിട്ടും അത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് കഥാപാത്രത്തെ ഓടി പിടിപ്പിച്ച് എന്നെ കൊണ്ട് അഭിനയിപ്പിച്ചു. പിന്നെ ഇരട്ടി മധുരം തരുന്ന കാര്യം, ഞാൻ എൻ്റെ ജീവിതത്തിന് ആദ്യമായിട്ട് ഒരു ശമ്പളം വാങ്ങിക്കുന്നത് ഈ ഡീനയുടെ പ്രൊഡ്യൂസർ, നമ്മൾ ബോസ് എന്ന് വിളിക്കുന്ന അബ്ദുൽ നാസറിക്കയുടെ കയ്യിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ അക്ബർ ട്രാവൽസിൽ ഒരു സ്റ്റാഫായിട്ടാണ് ഞാൻ ജീവിതം തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ടൊരു ശമ്പളം വാങ്ങിക്കുന്നത്. അദ്ദേഹം പോലും പറഞ്ഞാണല്ല ഞാനാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് അദ്ദേഹത്തിന് ഓർമ്മ കാണില്ല. പക്ഷേ ഒരുപാട് നന്ദി ബോസിന്. ഈ അവസരത്തിൽ എൻ്റെ വളരെ അടുത്ത സുഹൃത്തുണ്ടായിരുന്നു പുള്ളി. അദ്ദേഹം മരിച്ചു. ഈ ബോസിൻ്റെ ബ്രദറാണ്, ബാബുക്ക എന്ന് പറയും. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തെ അവസരത്തെ ഓർക്കുകയാണ്. ഈ സിനിമ ഒരുപാട് ഗംഭീര വിജയമാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഗോപാല സാറൊക്കെ ഇവിടെയുണ്ട്. ഗോപാലേട്ടനോട് പരസ്യമായിട്ട് പുള്ളിയുടെ അടുത്ത പടത്തിൽ ഒരു വേഷം തരണമെന്ന് പറയുകയാണ്. പരസ്യമായിട്ട് ചാൻസ് ചോദിക്കുകയാണ്. അപ്പം ഇനിയിപ്പം മാറ്റി പറയാൻ പറ്റില്ല, ആ സുധീറിനെ വയ്ക്കാൻ പറയും. ഒത്തിരി സന്തോഷം. ഈ സിനിമ ഗംഭീര വിജയമാകട്ടെ. സുരേഷ് ബാബു സാറിനെ പോലുള്ള ഒരു ഡയറക്ടറുടെ കൂടെ, കോട്ടയം കുഞ്ഞച്ചനൊക്കെ നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കാൻ കണ്ട സിനിമ, അദ്ദേഹം തിരിച്ചു വന്നിരിക്കുകയാണ്. അതായത് ആ ഒരു പാറ്റമുള്ള സിനിമയല്ല ഇതൊരിക്കലും. സുരേഷ് ബാബു സാറിൻ്റെ പടമല്ല ഇത്. കണ്ടു നോക്കിയാൽ ഞെട്ടിക്കും. രവിചന്ദ്രൻ്റെ ക്യാമറ എടുത്തു പറയേണ്ട കാര്യമാണ്. ഇത് ഞെട്ടിക്കുമെന്ന് പൂർണ്ണ ഉറപ്പുണ്ട്. ഗംഭീരമാകട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കില്ല. നന്ദി, നമസ്കാരം. രണ്ട് ആർട്ടിസ്റ്റുകളെ കൂടി ഞങ്ങൾ ഒന്ന് വിളിക്കുകയാണ്, കവിത ആൻഡ് ജാസ്മിൻ. അവരുടെ ഒരു സാന്നിധ്യം കൂടി ഈ ഒരു മൊമെന്റിൽ ഞങ്ങൾ സ്റ്റേജിൽ ആഗ്രഹിക്കുന്നു. ഇനി ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് ഐ എം ഹാൻഡിങ് ഓവർ ദ മൈക്ക് ടു ഞങ്ങളുടെ ഒരു ഓൾ ടൈം ഫേവറേറ്റ് രാജാ സാഹിബ്. ഇതിൽ വലിയ നല്ലൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. സിനിമയെ പറ്റി 2 വാക്ക് എന്തെങ്കിലും നമ്മളോട് സംസാരിക്കും.
എല്ലാവർക്കും നമസ്കാരം, നമസ്തേ, അസ്സലാമു അലൈക്കും. വളരെ യാദൃശ്യമായിട്ട് ഇവിടെ ഈ ഒരു പരിപാടിയിൽ എത്തിയതല്ല. വർഷങ്ങളായിട്ടുള്ള ഒരു അഗാധമായ ബന്ധമുള്ള വ്യക്തിത്വമാണ് ടി.എസ്. സുരേഷ് ബാബു ചേട്ടൻ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. കടമറ്റത്ത് കത്തനാരെന്ന സിനിമ ഇപ്പോൾ വരുന്നുണ്ട്. കത്തനാരെന്ന സീരിയൽ സൂപ്പർ ഡൂപ്പർ ഹിറ്റായിട്ട് ചാനലിൽ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിനകത്ത് കത്തനാരുടെ കൂടെ കപ്പ്യാരായിട്ട് എനിക്ക് തന്ന വേഷം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അതിൽ കുഞ്ഞൗസേപ്പ് എന്നൊരു കഥാപാത്രം പലപ്പോഴും ഇപ്പോഴും പല പരിപാടിയിലും പോകുമ്പോഴത്തേക്ക് എന്നെ തിരിച്ചറിയുന്നതും പറയുന്നതും വിളിക്കുന്നതും ഒക്കെയുള്ളൊരു കഥാപാത്രമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ എന്നെ കൂടി വിളിച്ച് ഒരു ചെറിയ ഭാഗമാക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. മാത്രമല്ല, ലുലു മാൾ എന്ന് പറയുന്നത് ഞങ്ങൾ തറവാട് പോലെയാണ്. പലപ്പോഴും ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരുപാട് സിനിമയുടെ പ്രൊമോഷൻ നടക്കുമ്പോഴൊക്കെ ഞാനതിലെ പാസ് ചെയ്ത് പോകാറുണ്ട്. കാര്യം അതിനകത്ത് പലപ്പോഴും സുഹൃത്തുക്കളൊക്കെ തന്നെയായിരിക്കും. പക്ഷേ വിളിക്കുമ്പോഴൊന്നും എനിക്ക് ഇരിക്കാൻ തോന്നിയിട്ടില്ല. ഇവിടെ ഇന്ന് ആദ്യമായിട്ട് ഞാൻ അഭിനയിച്ച ഒരു സിനിമയുടെ ഭാഗമാകാൻ ഈ ലുലു മാളിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി, ഒരു സിനിമ പ്രൊമോഷണൽ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് ഞാൻ കാരണമായതും ബാബുച്ചേട്ടൻ്റെ ഒരു ബ്ലെസ്സിങ്സ് തന്നെയാണ്. അപ്പോൾ ഇതിലുള്ള ഒരുപാട് ടെക്നീഷ്യൻസും എല്ലാവരും ഗംഭീരമായിട്ട് ബാബുച്ചേട്ടൻ ഇപ്പോഴത്തെ ജനറേഷനോടൊപ്പം തന്നെ കടപിടിക്കുന്ന രീതിയിൽ അദ്ദേഹം ഒരുപാട് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സിനിമയിലേക്ക് ഇപ്പോൾ വീണ്ടും വലിയൊരു ഉദ്യമമായിട്ട് എത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ കണ്ടുകൊണ്ട് നിൽക്കുന്നവരും നിങ്ങളുടെ സുഹൃത്തുക്കളും സ്നേഹിതന്മാരുടെ എല്ലാവരോടും പറയുക, ഈ സിനിമ കാണുക. കണ്ട് ഗംഭീരമായൊരു സിനിമയാണ്. അതിൻ്റെ വിജയം നമ്മൾക്കെല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെ കൊണ്ട് അടിച്ചു പൊളിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. അപ്പോൾ എന്തായാലും DNA-ക്ക് എല്ലാവിധ വിജയഭാവങ്ങളും നേരുകയാണ്. വേറെ എന്തെങ്കിലും വേണം? ഇനി നമ്മൾ മിമിക്രി എന്തെങ്കിലും കാണിക്കണോ? എൻ്റെ അരി അപ്പം നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് കാരണം ഗോപാലൻ സാറിൻ്റെ ഒരു സാന്നിധ്യത്തിൽ തന്നെ ഞങ്ങൾ ആ ഒരു ഫോട്ടോ എടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്. സന്തോഷയുടെ ഒരു വാക്കുകളോട് കേട്ടതിന് ശേഷം ഞങ്ങളൊരു ഫോട്ടോയ്ക്ക് വേണ്ടി ഞങ്ങൾ മാറുന്നതായിരിക്കും. വളരെ എൻഗേജിങ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ആണെന്ന് അറിയാം. ഇതിൻ്റെ ഏറ്റവും വലിയ നായിക എന്ന് പറയുന്നതിൻ്റെ സ്ക്രിപ്റ്റ് ആണെന്ന് ഞങ്ങൾക്കറിയാം. ബീങ് എ സ്ക്രിപ്റ്റ് റൈറ്റർ, വാട്ട് യു ഹാവ് ടു സേ സർ? സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയ്ക്ക് ഞാനൊരു അവകാശവാദത്തിനും എതിരുന്നില്ല. നന്ദി ആരോട് ചൊല്ലേണ്ടു എന്ന ചോദ്യത്തിന് സർവേശ്വരനോട് ഈ ചിത്രം ഇതുപോലെ സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കാൻ പ്രാപ്തമാക്കിയ അതിൻ്റെ നിർമ്മാതാവ് ദേവി അബ്ദുൽനാസിനാണ്. ഈ ചിത്രത്തിനോടൊപ്പമുള്ള ഞങ്ങളുടെ യാത്ര 14-ാം തീയതി അവസാനിക്കുന്നു. നിങ്ങളിലേക്ക് തരികയാണ് ഈ ചിത്രം. നിങ്ങളാണ് ഈ ചിത്രം ഏറ്റെടുക്കേണ്ടത്. ഇതിൻ്റെ മഹത്വം തിരിച്ചറിയേണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമാകും, നിർമ്മാതാവിന് സന്തോഷമാകും, മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഞങ്ങൾക്ക് പ്രചോദനവുമാകും. അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് എന്ത് പറഞ്ഞാലും, എന്ത് അവകാശവാദങ്ങൾ നിർത്തിയാലും കാണികളായ നിങ്ങൾ തന്നെയാണ് രാജാക്കന്മാർ. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ ചിത്രം എങ്ങനെ സ്വീകരിക്കുന്നത്. അതുകൊണ്ടൊരു പ്രാർത്ഥന, നിങ്ങൾ ഈ ചിത്രം തിയേറ്ററുകളിൽ കാണുക, വിജയിപ്പിക്കുക. നമസ്കാരം. താങ്ക് യു സോ മച്ച്. ഇനി ഗോപാലൻ സാറിനെ ഞങ്ങൾ ഒന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ്. അദ്ദേഹത്തിന് തിരക്കുള്ളത് കൊണ്ട് തന്നെ അത് കഴിഞ്ഞായിരിക്കും ഞങ്ങളുടെ ഇവൻറ്റ് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പം തന്നെ ഞങ്ങൾ ഈ ഒരു വേദിയിലേക്ക് ഞങ്ങളുടെ ബാക്കിയുള്ള ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഞങ്ങളുടെ വിശിഷ്ട വ്യക്തികളെയും കൂടി ഇൻവൈറ്റ് ചെയ്യാണ്. വിളിക്കുന്നവരെല്ലാവരും ഉണ്ടെങ്കിൽ ഒന്ന് എത്തിയാൽ ഞങ്ങളുടെ സന്തോഷം. ഞങ്ങളുടെ ഫിലിം എഡിറ്റർ ജോൺ കുട്ടി, ഞങ്ങളുടെ പശ്ചാത്തല സംഗീതം പ്രകാശ് അലക്സ്, സൗണ്ട് എഫക്ട്സ് ബൈ രാജേഷ് PM, പ്രൊഡക്ഷൻ ഇൻചാർജ് റിനി അനിൽകുമാർ, പ്രൊഡക്ഷൻ കൺട്രോളർ Anish, Chief Associate Director Anil Medayil, Script Writer A.K. Santosh is already on stage. ഞങ്ങളുടെ ക്രൂവിനെയാണ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ആർട്ട് ഡയറക്ടർ ശ്യാം കാർത്തികേയൻ, മേക്കപ്പ് ബൈ രജിത് അമ്പാടി, കോസ്റ്റ്യൂംസ് ബൈ നാഗരാജൻ, ഞങ്ങളുടെ ലിറിസിസ്റ്റ് എന്ന് പറയുന്നത് ആക്ട്രസ് സുകന്യയാണ്. കൂടാതെ ഗായകർ കാർത്തിക, അമൃത, ശ്രുതി റെയ്ൻ. ഞങ്ങളുടെ ടെക്നിക്കൽ ടീമാണ്. ഉള്ളവരെല്ലാവരും വേദിയിലേക്ക് എത്താൻ സാറിൻ്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഗോപാലൻ സാറുമായിട്ടൊരു ഫോട്ടോ ഫിനിഷ് ഉണ്ട്. അതുപോലെ തന്നെ ബാദുക്കേനെ, സുഖസാറിനെ കൂടെ ഞാനൊന്ന് വേദിയിലേക്കൊന്ന് വിളിക്കുകയാണ്. ഈ ഒരു സാന്നിധ്യത്തിൽ അവരുടെ ഒരു വലിയൊരു ബ്ലെസ്സിങ്സ് ഞങ്ങളോടൊപ്പം ഉണ്ട്. കൂടാതെ ഞങ്ങളുടെ സൗണ്ട് എഫക്ട്സ് ഈസ് ബീൻ ഡൺ ബൈ രാജേഷ് PM, VFX Mahesh Keshav, Movie Land,
സൗണ്ട് എഞ്ചിനീയർ വിഷ്ണു രാജാണ്. ആക്ഷൻസ് കനൽ കണ്ണൻ, പഴനിരാജ്, റൺ രവി, സ്റ്റണ്ട് സിൽവ, ഷാലു പേയാടാണ് ഞങ്ങളുടെ സ്റ്റിൽസ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ PRO വാഴൂർ ജോസ്, അജയ് തുണ്ടത്തിൽ, ആതിര ദിൽജിത്ത് ആണ് PRO. ഇവരെല്ലാവരും വേദിയിലേക്ക് ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യാനുള്ളവരെല്ലാവരും വേദിയിലേക്ക് എത്തുക. പ്ലീസ് ആതിര, എല്ലാവരും വേദിയിലേക്ക് എത്തുക. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബൈ അനൂപ് സുന്ദരൻ, പബ്ലിസിറ്റി ഡിസൈൻ ബൈ അനന്തു S കുമാർ ആൻഡ് Hello Tools, സ്റ്റുഡിയോ ചലച്ചിത്രം എറണാകുളം, അസിസ്റ്റന്റ് ഡയറക്ടർ സ്വപ്ന മോഹൻ, ഷംനാഥ് കലഞ്ഞൂർ, വിമൽ കുമാർ MP, സജാദ് കൊടുങ്ങല്ലൂർ ആൻഡ് ജോജി ഫ്രാൻസിസ്. കളറിസ്റ്റ് ബൈ സുജിൻ സദാശിവനാണ് ഞങ്ങളുടെ കളറിസ്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഇത്രയും പേര് ബാക്കിയുള്ള ഞങ്ങളുടെ ക്രൂ കാസ്റ്റ് എല്ലാവരുമാണ് ഉള്ളത്. സോ അവരുമായിട്ട് ചേർന്ന് ഗോകുലം ഗോപാലൻ സാറുമായിട്ട് ചേർന്നിട്ട് ഒരു ഫോട്ടോയാണ് ഞങ്ങൾ ആദ്യം എടുക്കുന്നത്. അത് കഴിഞ്ഞായിരിക്കും ഞങ്ങളുടെ ബാക്കിയുള്ള ഞങ്ങളുടെ ടീം അലൈൻ ചെയ്യാം. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നു. സോ ഞങ്ങൾ ഫോട്ടോയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. പ്ലീസ്. വലിയൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ DNA എന്ന ചിത്രത്തിന് വേണ്ടി ഗോകുലം ഗോപാലേട്ടന്റെ ഈ ഒരു സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും ഞങ്ങൾ ഇവിടെ ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ ഇതാ ഒരു ഫോട്ടോ ഞങ്ങൾ എടുക്കുകയാണ്. DNA എന്ന ടീമിന്റെ എന്ന മെമ്മറിയിൽ കാത്തു സൂക്ഷിക്കാൻ ട്രെയിലർ ലോഞ്ചിന്റെ ഈ ഒരു ദിവസത്തിൽ ലുലു മാളിനെ സാക്ഷി നിർത്തി ഓൺ സ്റ്റേജ് വി ഗോട്ട് ദ വെരി ബ്യൂട്ടിഫുൾ റായ് ലക്ഷ്മി, അതുപോലെ ഞങ്ങളുടെ ഹീറോ അഷ്ക സൗഖാൻ, കൂടാതെ മന്ന റജി കോശി, ബാക്കി DNA മൂവിയുടെ കംപ്ലീറ്റ് ടീം ഇവിടെയുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ബാദുക്ക, സുഖുവേട്ടൻ എല്ലാവരും ഞങ്ങളോടൊപ്പം തന്നെ ഈ ഒരു വേദിയിലുണ്ട്. എല്ലാവർക്കും വലിയ സന്തോഷം, നന്ദി അറിയിക്കാൻ ഈ ഒരു മൊമെന്റിൽ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ യൂട്യൂബ് ഹാൻഡിൽസിന് വലിയൊരു നന്ദി അറിയിക്കുകയാണ്. വലിയ വൈഡ് റേഞ്ച് ഓഫ് കവറേജ് ഞങ്ങൾക്കിവിടെ ഉറപ്പുവരുത്തുന്നതിന്. ഇത് കഴിഞ്ഞാലുടൻ ഞങ്ങളൊരു ചെറിയൊരു എൻ്റർടൈൻമെൻറ്റ് പോർഷൻ കൂടി ഇതിനോടനുബന്ധിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ടാവും. സോ താങ്ക് യു സോ മച്ച് ഓൾ, താങ്ക് യു സോ മച്ച്. ഗോകുലം ഗോപാലൻ സാറിന് ഒരു വലിയ നന്ദി അറിയിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു സാന്നിധ്യത്തിന് മുന്നിൽ വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തിരക്കുകളിലേക്ക് വീണ്ടും അദ്ദേഹത്തെ ഞങ്ങളിവിടെ ഇതാ പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. ബാക്കി ക്രൂവിന് വലിയൊരു നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. DOP രവിചന്ദ്രൻ സാർ ആണ് ഓൺലൈൻ ഉള്ളത്. സർ, ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് ബീൻ എ പ്ലഷർ. അഷ്കർ കൂടി ഞങ്ങളൊന്ന് വേദിയിലേക്ക് വിളിക്കുകയാണ്. സുധീറായിട്ട് ഒന്ന് വേദിയിൽ ഒന്ന് നിൽക്കാനായിട്ട്. സുരേഷ് സാർ അവിടെ ഗോകുലം ഗോപാലേട്ടനെ ജസ്റ്റ് ഒന്ന് ദേവിയാണ്. സോ ഞങ്ങളുടെ കാസ്റ്റാണ് ഇനി വേദിയിൽ നിൽക്കുന്നത്. ആൻഡ് ഐ സ്റ്റാർട്ട് ഫ്രം ഗൗരി നന്ദ. അയ്യപ്പനും കോശി എന്ന ചിത്രത്തിൽ ബിജു മേനന്റെ ഭാര്യയായിട്ടെത്തി പൃഥ്വിരാജിനെ കാര്യമായിട്ട് വിറപ്പിച്ച ഒരാൾ കൂടിയാണ്. സോ ഗൗരി നന്ദ വീണ്ടും DNA-യിലേക്ക് എത്തുമ്പോൾ എന്താണ് പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. ഒരു 13 years ബാക്കാണ് സുരേഷ് ഗോപി സാറിൻ്റെ സിനിമയിൽ വീണ്ടും അഭിനയിക്കുന്നത്. ഫസ്റ്റ് കന്യാകുമാരി എക്സ്പ്രസ് എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹം തന്നെയാണ് ഹീറോയിനായിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്, സുരേഷിൻ്റെ ഹീറോയിനായിട്ട്. അതിനുശേഷം ഒരു 13 years ബാക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലെ ക്യാരക്ടറൊന്നും തൽക്കാലത്തേക്ക് റിലീവ് ചെയ്യുന്നില്ല, അതൊരു സസ്പെൻസ് ആയിട്ട് ഇരുന്നോട്ടെ. ചില സസ്പെൻസ് നല്ലതല്ലേ. സോ വീണ്ടും ഈ പറഞ്ഞ പോലെ സാറിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചത് JK സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ DOP, ഇവൻ പ്രൊഡക്ഷൻ ഹൗസ് ബെൻസി പ്രൊഡക്ഷൻ എല്ലാവരുടെയും കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു കഥാപാത്രമായിട്ട് വരുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇവൻ അയ്യപ്പനും കോശി എന്ന് പറഞ്ഞ സിനിമയിൽ നിങ്ങളെല്ലാ ആൾക്കാരും ഇരുകയും നീട്ടിയാണ് സ്വീകരിച്ചത്. അതിൻ്റെ സന്തോഷം ഇന്നും ലഭിക്കുന്നുണ്ട്. സോ ഇനി വരുന്ന ക്യാരക്ടറിൽ കൂടി അതുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. June 14 എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഈ സിനിമയെ വിജയിപ്പിക്കണം. സോ എല്ലാവരോടും നന്ദി പറയുന്നു. Thank you so much, and 1 minute of time to Sajna. Please, Sajna. ഹലോ, ഗുഡ് ഈവനിങ്. TS സുരേഷ് ബാബു സാറിൻ്റെ മൂവി ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും പോയി കാണണം. നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. പിന്നെ നമ്മളുടെ ബെൻസി പ്രൊഡക്ഷൻസ് ശരിക്കും ഈ ഫുൾ ക്രൂ ചെയ്തതിൽ തന്നെ എൻ്റെ ഒരു ഭാഗ്യം എന്ന് പറയുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം. താങ്ക് യു സോ മച്ച്.
താങ്ക് യു സോ മച്ച്. ഇനി റായ് മാമിനെ മാത്രം ഞാൻ 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ബാക്ക് ചെയ്യാണ്. ബാക്കി എല്ലാവർക്കും സീറ്റഡ് ആകാം. കാരണം താങ്ക് യു സോ മച്ച് ഓൾ. യു ക്യാൻ ടേക്ക് യുവർ സീറ്റ്സ്. റായ് മാമിനെ മാത്രം നത്തിങ്. കാരണം there's been a lot of the social media pages over here. Ma'am, in Malayalam is the most demanded social media pages are all here. So they have been making a small request to me that just make you move, just a single move also fine, because just you will be okay if I call Hanna also. Just we'll all be എല്ലാവരും കൂടെ വന്നാൽ മാം ഒന്ന് ഗേൾസ് ഒന്ന് വരാമോ? ഗേൾസ് മാത്രം. ഹന്ന, സച്ചിന, നോ, ഹീറോ ഓൾസോ ഷീ വാണ്ട്സ്. ഓക്കെ, സോ നമ്മൾ 3 പേരും കൂടി മാമിൻ്റെ ഒരു എപ്പിക് സോങ് മാത്രം. മാം ജസ്റ്റ് ഒന്ന് നിന്നാൽ മതി. വിൽ ജസ്റ്റ് മേക്ക് സം മൂവ്. ഓക്കെ ഓക്കെ. മാമിൻ്റെ ഒരു ചെറിയ, ബിക്കോസ് മലയാളത്തിലെ ഏറ്റവും നല്ല സോങ്സിന് വിളിച്ചിരുന്നു നടക്കി. അപ്പോൾ ഹന്ന, ഗൗരി പ്ലീസ് കം ഓവർ ജസ്റ്റ് ഫോർ ഫൺ. മാമിനെ ജസ്റ്റ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോവാണ്. മാമിൻ്റെ ഏറ്റവും എപ്പിക് ആയിട്ടുള്ള ഒരു സോങ് ഞങ്ങൾ ഒന്ന് പ്ലേ ചെയ്യാൻ പോവാണ്. ഒരുപാട് സോഷ്യൽ മീഡിയ പേജസ് ഉണ്ടെന്നറിയാം. സോ മാം, ദിസ് ഇസ് ആക്ച്വലി അവർ ഹാർഡ് കോർ ഡിസയർ ടു മേക്ക് യു മൂവ്, ബിക്കോസ് വി മലയാളീസ് ലവ് യു സീയിങ് ഡാൻസിങ്. ഓക്കെ, ഗൗരി വരുന്നില്ല, പക്ഷേ ഗൗരി സെറ്റ് ലൈക്ക് ഗൗരീസ് കംഫർട്ടബിൾ സ്റ്റേ. അങ്ങനെയുള്ളവർ ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കാറില്ലല്ലോ ആരെയും ഇടയിൽ. ഓക്കെ ഡൺ. ഓക്കെ, അപ്പം മാം ഇവിടെ സെൻറ്റർ ചെയ്യാൻ പോവാണ്. നമുക്ക് സോങ് റെഡിയാണോ? സോങ് ഇസ് ഓൾ സെറ്റ്, റെഡിയാണ്. സോ മാമിൻ്റെ സോങ് ആണ്. എൻ്റെയൊക്കെ മനസ്സിൽ റായ് ലക്ഷ്മി എന്ന് വരുമ്പോൾ വരുന്ന ഒരു പിക്ചർ തന്നെ ഈ ഒരു സോങ് ആണ്. എക്സ്ക്ലൂസീവ് സോങ് ആണ്. ദാറ്റ്സ് ടോട്ടലി മെന്റ് ഫോർ യു. ക്യാൻ വി ഗെറ്റ് ദ സോങ് പ്ലീസ്? റായ് മാം, താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ടൺ. കാരണം മലയാളത്തിന് വീണ്ടും ഇതേ വൈബിൽ DNA നമ്മൾ കാണാൻ പോവാണ്. ആൻഡ് മാം, യു ക്യാൻ ഹാവ് യുവർ സീറ്റ്. താങ്ക്സ് എ ടൺ. മാമിൻ്റെ സീറ്റിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇനി ഒരു സോങ്ങിൻ്റെ ഞങ്ങൾക്ക് റിലീസ്